എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിനം അക്ഷരാർത്ഥത്തിൽ ഒരു റോളർ കോസ്റ്റർ പോലെ കടന്നുപോയി. കളിയുടെ ഓരോ നിമിഷവും ആവേശം നിറഞ്ഞതായിരുന്നു. ഇന്ത്യൻ ബൌളർമാർ തീപ്പൊരി പടർത്തുമെന്ന് കരുതിയെങ്കിലും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരുടെ അപ്രതീക്ഷിത തിരിച്ചടി മത്സരത്തെ കൂടുതൽ ആകാംക്ഷഭരിതമാക്കി. മൂന്നാം ദിനം കളി ആരംഭിച്ചത് തന്നെ വമ്പൻ ട്വിസ്റ്റുകളോടെയായിരുന്നു. ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കി മുഹമ്മദ് സിറാജ് തന്റെ ആദ്യ ഓവറിൽ തന്നെ തീപ്പൊരി പ്രകടനം പുറത്തെടുത്തു. ഇംഗ്ലണ്ടിന്റെ രണ്ട് പ്രമുഖ ബാറ്റ്സ്മാൻമാരായ ജോ റൂട്ടിനെയും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിനെയും അടുത്തടുത്ത പന്തുകളിൽ സിറാജ് പുറത്താക്കി. റൂട്ട് 22 റൺസിന് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കൈകളിലൊതുങ്ങിയപ്പോൾ സ്റ്റോക്സ് ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കിൽ പുറത്തായി പന്തിന്റെ ക്യാച്ചായി മടങ്ങി. ഇതോടെ ഇംഗ്ലണ്ട് 5-84 എന്ന നിലയിൽ തകർന്നടിഞ്ഞു. സിറാജ് ഒരു വശത്ത് ഇംഗ്ലണ്ടിന് ഭീഷണി ഉയർത്തിയപ്പോൾ ആകാശ് ദീപും തന്റെ 4 വിക്കറ്റ് പ്രകടനത്തിലൂടെ പിന്തുണ നൽകി. ഇന്ത്യയ്ക്ക് ഒരു വലിയ ലീഡ് ഉറപ്പാണെന്ന് ആരാധകർ ഉറപ്പിച്ച നിമിഷമായിരുന്നു അത്. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ ഒരു വഴിതിരിവുണ്ടായി. ജോ റൂട്ടും ബെൻ സ്റ്റോക്സും പുറത്തായതോടെ ഇംഗ്ലണ്ട് പൂർണ്ണമായും പ്രതിസന്ധിയിലായെന്ന് കരുതിയെങ്കിൽ അവിടെയാണ് ജാമി സ്മിത്തും ഹാരി ബ്രൂക്കും എന്ന യുവതാരങ്ങൾ രക്ഷകരായി എത്തിയത്. ഇരുവരും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ കടന്നാക്രമിക്കാൻ തുടങ്ങി. ആകാശ് ദീപിനെയും പ്രസീദ് കൃഷ്ണയെയും രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും അവർ ഒരുപോലെ നേരിട്ടു. സ്മിത്ത് അതിവേഗ സെഞ്ചുറിയും ഹാരി ബ്രൂക്ക് അർദ്ധ സെഞ്ചുറിയും നേടി. ലഞ്ചിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ട് 5-249 എന്ന ശക്തമായ നിലയിലേക്ക് കുതിച്ചു. മത്സരത്തിന്റെ മധ്യത്തിൽ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവാണ് നടത്തിയത്. ജാമി സ്മിത്ത് തന്റെ സെഞ്ചുറി തികച്ച് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾക്ക് ജീവൻ നൽകി. ഹാരി ബ്രൂക്കും അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. എന്നിരുന്നാലും ഒടുവിൽ ഇന്ത്യൻ ബൌളിംഗ് യൂണിറ്റ് വിജയിച്ചു. മൂന്നാം ദിനത്തിലെ പ്രകടനം പൂർണ്ണമായപ്പോൾ മുഹമ്മദ് സിറാജ് 6 വിക്കറ്റുകൾ നേടി ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കി. ആകാശ് ദീപും 4 വിക്കറ്റുകളുമായി മികച്ച പിന്തുണ നൽകി. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 407 റൺസിന് അവസാനിച്ചു. ഇതോടെ ഇന്ത്യയ്ക്ക് 180 റൺസിന്റെ മികച്ച ലീഡ് നേടാനായി. സിറാജിന്റെ ഈ 6 വിക്കറ്റ് നേട്ടം തന്നെയാണ് ഇതിന് അടിത്തറയായത്. ശേഷം വമ്പൻ ലീഡുമായി ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാളും KL രാഹുലുമാണ് ഇന്ത്യക്കായി ഓപ്പണിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ മികച്ച നിലയിലാണ്. ഈ ലീഡ് കൂടുതൽ വികസിപ്പിച്ച് ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുക. നിങ്ങൾ എന്തു പറയുന്നു? ഈ മാച്ച് ഇന്ത്യയുടെ കയ്യിൽ ഭദ്രമാണോ? ഇന്ത്യൻ ടീം എളുപ്പത്തിൽ ഈ ടെസ്റ്റ് വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.